പോലീസ് അന്വേഷണത്തിലേക്ക് പോവുകയാണ്. ശ്രീ MS വേണുഗോപാൽ, പോലീസ് അന്വേഷണത്തിലേക്ക് പോകുമെന്നുള്ള സൂചനയാണ് മന്ത്രി നൽകുന്നത്. ഉപകരണം കാണാതായിട്ടുണ്ടെങ്കിൽ അത് അന്വേഷിക്കണം, അത് സംശയമില്ലാത്ത കാര്യമാണ്. 2 വർഷം മുമ്പാണ് കാണാതായത്. ഈ സിസ്റ്റം ഇതുവരെ ഇത് കണ്ടുപിടിച്ചില്ലേ? തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്ന് 20 ലക്ഷത്തിന്റെ ഉപകരണം, മെഡിക്കൽ ഉപകരണം, അതും MB ഫണ്ടിൽ നിന്നുള്ള ഉപകരണം കാണാതായിട്ടുണ്ട് എന്നുള്ള കാര്യം MB ഫണ്ടിൽ നിന്നായതുകൊണ്ട് ഇതിന്റെ റിപ്പോർട്ട് പോലും പോകുന്നതാണ് താഴേക്ക്. ജില്ലാ കളക്ടർക്ക് പോലും അതിന്റെ റിപ്പോർട്ട് പോകുന്നതാണ്. ഇതൊന്നും ആരും അറിഞ്ഞില്ല എന്നാണോ? മന്ത്രി തന്നെ പറഞ്ഞല്ലോ സിസ്റ്റം ഫെയിലിയറായെന്ന്. സിസ്റ്റം ഫെയിലിയറായി എന്ന് പറഞ്ഞാൽ പിന്നെ ഓക്സിജൻ കൊടുത്ത് നമ്മൾ വെന്റിലേറ്ററിലാക്കുക എന്നുള്ളതാണ് അർത്ഥം. പിന്നെ അതിനകത്ത് വേറെ പ്രവർത്തനവും നടത്താൻ പറ്റില്ല. നമ്മുടെ സിസ്റ്റം ഫെയിലിയർ ആകുന്ന എപ്പോഴാണ്? നമ്മുടെ ബ്രെയിന് അല്ലെങ്കിൽ ഹാർട്ട് അല്ലെങ്കിൽ കിഡ്നി ഒക്കെ അടിച്ചു പോയി കഴിയുമ്പോൾ പിന്നെ നമ്മുടെ സിസ്റ്റം ഫെയിലിയറായി. പിന്നെ വെന്റിലേറ്ററിലാക്കി ഓരോന്നും പ്രത്യേകം സജ്ജീകരണങ്ങൾ ചെയ്ത് വെന്റിലേറ്ററിൽ ഇട്ടേക്കാനേ പറ്റുള്ളൂ. ഇപ്പോൾ ആ അവസ്ഥയിൽ നമ്മുടെ ആരോഗ്യവകുപ്പ് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് സിസ്റ്റം ഫെയിലിയറിൽ നിന്ന് വരുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അവിടെ ഒരു ഡോക്ടർ തൻ്റെ നിസ്സഹായത തൻ്റെ വകുപ്പിനെ പല പ്രാവശ്യം അറിയിക്കുന്നു. അത് കഴിഞ്ഞ് അദ്ദേഹം പറയുന്നു, വകുപ്പ് മന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയുടെ അടുത്ത് വരെ പോയി പറയുന്നു, ഞാൻ ഇന്ന ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുകയാണെന്ന്. എന്നിട്ടും അദ്ദേഹത്തിന് യാതൊരു സംവിധാനവും സൗകര്യവും കിട്ടുന്നില്ല. അവസാനം അദ്ദേഹം തൻ്റെ ഫേസ്ബുക്കിൽ ഈ ഒരു ദുഃഖസത്യം പറഞ്ഞു എന്നുള്ളതാണ് കുഴപ്പം. അതായത് രാജാവ് നഗ്നനാണെന്ന് പറഞ്ഞ ആളിൻ്റെ കണ്ണ് കുത്തിപ്പൊട്ടിക്കുന്ന അവസ്ഥയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അല്ലാതെ രാജാവ് തുണി കൊടുക്കാനല്ല ശ്രമിക്കുന്നത്. നഗ്നനായ രാജാവ് അങ്ങനെ വീണ്ടും പൊയ്ക്കൊണ്ടിരിക്കുകയും ഇത് പറഞ്ഞ ഒരുത്തൻ്റെ കണ്ണ് കുത്തിപ്പൊട്ടിച്ചാൽ, ഇപ്പോൾ ശാവപ്രസാദ് സാർ പറഞ്ഞ പോലെ, ബാക്കി ആരും ഇനി കണ്ണ് തുറന്ന് ഒരിക്കലും കണ്ണുണ്ടെങ്കിലും കണ്ടാലും ഇത് നഗ്നനാണെന്ന് പറയില്ല എന്നുള്ളതാണ്. ചട്ടം ചൂണ്ടിക്കാണിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ലഘൂകരിക്കുകയാണ് ഇവിടെ റജി ലൂക്കോസ്. സർവീസ് ചട്ടത്തിൽ ഒരിടത്തും ഒരു നിസ്വാർത്ഥനായ ഒരു ഉദ്യോഗസ്ഥന് മെമ്മോ കൊടുക്കണം എന്ന് പറഞ്ഞിട്ടില്ല. നമ്മൾ മെമ്മോ കൊടുക്കേണ്ടതും അല്ലെങ്കിൽ അയാൾക്ക് ശിക്ഷ നടപടി സ്വീകരിക്കേണ്ടതും എപ്പോഴാണ്? അയാൾ ചട്ടത്തിന് വിരുദ്ധമായി എന്തെങ്കിലും ചെയ്യുമ്പോഴാണ്. ചട്ടത്തിന് വിരുദ്ധം എന്ന് പറയുന്നത് വെറും ഒരു ഫ്രെയിംവർക്കിലുള്ള ചട്ടമല്ല, സർക്കാരിൻ്റെ ഏതെങ്കിലും പ്രവർത്തനത്തെ തടസ്സപ്പെടുത്തുന്ന വിധത്തിലുള്ള പ്രവർത്തനം അദ്ദേഹത്തിൽ നിന്നുണ്ടാകുമ്പോഴാണ്. ഇവിടെ ഇത് സിസ്റ്റം ശരിയാകാൻ വേണ്ടിയാണ്. ഇത് സിസ്റ്റം ശരിയാകാൻ വേണ്ടി മാത്രമല്ല, അദ്ദേഹത്തിന്റെ ജീവൻ കൂടെ രക്ഷിക്കാനാണ്. ജീവൻ അല്ല, പൊതുജനങ്ങളുടെ ജീവൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെയും കൂടെ ഭാവിയാണെന്നേ. അതായത് ഒരാൾ ഈ ഉപകരണങ്ങളില്ലാതെ ഇദ്ദേഹം ശസ്ത്രക്രിയ നടത്തി ഒരാൾ മരിച്ചു പോയാൽ പിന്നെ അയാളുടെ ബന്ധുക്കൾ വെച്ചേക്കോ? ഇങ്ങനെ അടിച്ചു കൊല്ലും എല്ലാവരും കൂടെ. അപ്പോൾ സിസ്റ്റം വരുമോ? നമ്മൾ മെഡിക്കൽ കോളേജിൽ കാണുന്നതല്ലേ, ഒരു ചെറിയ പിഴവ് വന്നാൽ ഡോക്ടറെ തല്ലുന്ന കാലമാണ്. അപ്പോൾ ഈ വിധത്തിൽ ഇപ്പം ഇത് പറഞ്ഞാൽ ആളുകൾക്ക് മനസ്സിലാകില്ല. അപ്പം 4 വീലില്ലാത്തൊരു വണ്ടിയിൽ KSRTCയിലെ ഒരു ഡ്രൈവറെ കയറ്റി എടുത്തിട്ട് ഓടിച്ചോടാന്ന് പറഞ്ഞാൽ പുറകെ ഇരുന്ന് കണ്ടക്ടർ മണിയടിക്കുന്നുണ്ട്, ഇയാൾക്ക് വണ്ടി ഓടിക്കാൻ പറ്റുന്നില്ല. അയാൾ വെളിയിറങ്ങി എന്ന് വിളിച്ചു പറയുകയാണ്, ഈ വണ്ടിയിൽ എനിക്ക് ഓടിക്കാൻ പറ്റില്ല എന്ന് പറയുന്ന പോലെ. അദ്ദേഹത്തിന്റെ മകന്റെ പ്രായമുള്ള അല്ലേ കുട്ടിയുടെ ഒരു ശസ്ത്രക്രിയ മുടങ്ങി അതിന്റെ ദുഃഖത്തിലാണ്. ഈ ഡോക്ടർ എന്ന് പറയുന്നത് രാവിലെ എണീറ്റാൽ മുതൽ രാത്രി വരെ ആ ഹോസ്പിറ്റലിൽ ഈ ചികിത്സകളും ഓപ്പറേഷനും അതിനുശേഷം രോഗിയുടെ പരിചരണവുമായിട്ട് കഴിയുന്ന ഒരു ഡോക്ടറാണ്. ഇന്ന് പിയൂണ് കാറിലാണ് പല സർക്കാർ ഓഫീസിലും വരുന്നത്. ഒരു ഡോക്ടർ ബൈക്കിൽ വന്ന് തൻ്റെ ലളിതമായ ജീവിതം മുഴുവൻ ഇത്തരത്തിൽ ഒരു സ്ഥാപനത്തിന് വേണ്ടി സമർപ്പിച്ചിരിക്കുമ്പോൾ അവിടെ നടക്കുന്ന ഒരു പ്രശ്നം, എനിക്ക് പ്രവർത്തിക്കാൻ പറ്റാത്ത പ്രശ്നം, അങ്ങനെ പ്രവർത്തിച്ചാൽ എനിക്ക് എന്തെങ്കിലും കയ്യബദ്ധം പറ്റി എൻ്റെ രോഗികൾ മരിക്കുമോ എന്നുള്ള ഭയം കൊണ്ട് അദ്ദേഹം ഒരു എടുത്തുചാട്ടമാണ് കാണിച്ചതെന്ന് തന്നെ വിചാരിച്ചോ? ശരിയാണെന്ന് മാത്രമല്ല, അത് ശരിയാണെന്ന് പറഞ്ഞ് ഏറ്റവും നല്ല സർക്കാർ ജീവനക്കാരനുള്ള അഭിനന്ദനവും അദ്ദേഹത്തിന് അവാർഡും കൊടുക്കുന്നതിന് പകരം അദ്ദേഹത്തിന്റെ കണ്ണ് കുത്തിപ്പൊട്ടിക്കാൻ ഇവിടെ സർക്കാർ തീങ്ങുന്നെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ സിസ്റ്റം മാത്രമല്ല, സിസ്റ്റം നടത്തുന്നവർക്കും വലിയ അപാകത വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഇന്ന് മനസ്സിലാക്കേണ്ടത്. ജനങ്ങൾ കണ്ടില്ല എന്ന് നടിക്കില്ല കഴിയാത്ത ഒരു കാര്യമാണ്. മാത്രമല്ല ആരോഗ്യമന്ത്രി അത്രമാത്രം ചെറുതാവുകയാണ്. ഒരു നടപടി ഉണ്ടാവുകയോ അദ്ദേഹത്തിനെതിരെ ഒരു പോലീസ് കേസ് ഉണ്ടാവുകയോ ചെയ്താൽ ഇത് കൂടുതൽ മുഖം വികൃതമാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നാണം കെട്ടുപോകും. ഡോക്ടർ ഷിബു ആർ, ഇതിപ്പോൾ